घड़ी बदल रही है रूप जिंदगी छाँव है कभी कभी है धूप जिंदगी. അങ്ങനെ നമ്മൾ നോർവേയുടെ മണ്ണിൽ ക്യാപിറ്റൽ സിറ്റി ഓസ്ലോയിൽ കാലുകുത്തിയിരിക്കുന്നു. നമ്മൾ വന്ന ഷിപ്പ് ഇതാണ്. നമ്മൾ മൊത്തത്തിൽ വന്ന നമ്മുടെ ഷിപ്പ് DFDSൻ്റെ കെട്ടിടത്തിൻ്റെ അപ്പുറത്ത് ഷിപ്പ് നിൽപ്പുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ക്രൂയിസുകളൊക്കെ നിർത്താനും അതുപോലെ ബോട്ടുകളൊക്കെ നിർത്താനുള്ള സ്ഥലം. അപ്പം നമ്മൾ നോർവേയിലെ ഓസ്ലോയുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വലിയ പ്ലാൻഡ് ഒന്നുമല്ല. നമ്മൾ ചോദിച്ചു പോവാം. അതന്നെ നമുക്ക് ചോദിച്ചു പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ നോർവേയിൽ ഓസ്ലോയിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെൻ്റ് സൈക്കിൾ എടുത്തു. നമുക്ക് ഡെൻമാർക്കിലൊക്കെ ഉള്ള പോലെ ഡെൻമാർക്ക് നെതർലൻഡിലൊക്കെ കൂടുതലും സൈക്കിളാണല്ലോ. അതുപോലെ നമ്മൾ നോർവേയിൽ വന്നിറങ്ങിയപ്പോൾ ഇഷ്ടംപോലെ സൈക്കിൾസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പുറകിൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 സൈക്കിൾ റെൻറ്റിനെടുത്തു. അപ്പോൾ നമുക്കിനി സൈക്കിളിൽ ഇന്നത്തെ ഡേ ഇവിടെ കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഓക്കെ, ഇഷ്ടപ്പെട്ടോ? ഡെൻമാർക്കിൽ എപ്പോഴും നമ്മൾ നോക്കിയിട്ട് ശില്പയുടെ ഹൈറ്റിനുള്ള സൈക്കിൾ കിട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ശില്പ പുറത്ത് വെച്ചാലൊക്കെ സ്കൂട്ടി ഓടിക്കും, ഞാൻ സൈക്കിളായിരുന്നു. അപ്പോൾ ഇതെടുത്തു. നമുക്ക് മിനിറ്റിന് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോട്ടെ. നമ്മൾ ആദ്യം വന്നപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് ആ പ്ലേസ് കാണാൻ വേണ്ടിയിട്ട്. ശില്പാജി സൈക്കിളൊക്കെ ആയിട്ട് പോകുന്നു. ട്രാമ്പ് വരികയാണ്. നമ്മൾ ഡെൻമാർക്കിലൊന്നും ട്രാമ്പ് അധികം കാണാറില്ല. സ്വിറ്റ്സർലൻഡിലുണ്ട്, UK-ലുണ്ടോയെന്ന് ഡൗട്ടുണ്ട്. നെതർലൻഡിലോ ജർമ്മനിയിലോ ഒക്കെ കാണാറുണ്ട്. അതേ നോർവേയിൽ വന്നപ്പോൾ റോഡിൽ കൂടെ ഓടുന്ന ട്രെയിനാണ് നമ്മുടെ ട്രാമ്പ്. ഞങ്ങളപ്പോൾ സൈക്കിൾ ചവിട്ടി ഇവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് വിജിലാൻഡ് പാർക്ക് എന്നാണ്. അത് നമ്മുടെ എന്നല്ല, നോർവേയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് സ്കൾപ്ചറിസ്റ്റോ അതെന്നെ പറയുന്നത് ശില്പം. അത് തന്നെ. കുറേ ഒരു 200ഓളം ശില്പങ്ങളുള്ള ഒരു 40 വർഷം കൊണ്ട് ഒറ്റൊരാൾ പണിയിപ്പിച്ചെടുത്ത ഒരു സ്കൾപ്ചർ പാർക്കാണിത്. കുറേ വലിയ പാർക്കാണ്. അപ്പോൾ നമ്മൾ ഡെൻമാർക്കിലൊക്കെ കുറേ പാർക്കിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു പാർക്കിൻ്റെ എൻട്രൻസ് മൊത്തം 2 സൈഡിലും പുള്ളിയുടെ ശില്പങ്ങളാണ് മൊത്തത്തിൽ. അപ്പോൾ പുള്ളി ഏകദേശം എനിക്ക് തോന്നുന്നു 1800 അവസാനം 1900 ആദ്യമൊക്കെ എന്നുള്ള പോലെ ആ സമയത്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതാണ് ആദ്യം വിസിറ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. വന്ന വഴിക്ക് ചെറിയ ബ്ലോസത്തിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ അറ്റത്തൊരു വലിയ എന്താ പറയുന്ന ഒരു ബിംബം, ഒരു എന്താ പറയുന്ന ഒരു കൊട്ടിമരം പോലെ എന്തോ ഒരു സ്റ്റാച്ചു അങ്ങ് ദൂരെയെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ നമ്മൾ സൈഡ് വഴിയാണ് വന്നത്. ഇപ്പോൾ നേരെ വരുവാണെങ്കിൽ ആ ഗേറ്റ് കടന്ന് 2 സൈഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. അതന്നെ, ഇതാണ് എനിക്കറിയാവുന്ന ആദ്യത്തെ ശില്പ. പിന്നെ നമുക്ക് ഇനി ബാക്കി 200ഓളം കാണാം. ഇവിടുന്നാണ് സ്റ്റാർട്ടിങ്. ഈ ഒരു എൻട്രൻസ് പോലെ ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് 2 സൈഡിലും നിറച്ചും തുണിയിട്ടതും തുണിയിടാത്തതുമായ കുറച്ച് ശില്പങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇല്ല ഗൈസ്, ഇത് 1800 അവസാനം 1900 ആദ്യം വരുന്നു. ആ സമയങ്ങളിൽ ഇതുപോലെ പ്രശസ്തമായ ശില്പങ്ങൾക്കൊന്നും തുണിയില്ലായിരുന്നു. അവർ വെരി സിമ്പിൾ ലൈഫ് ആയിരുന്നുകൊണ്ട് അവർക്ക് വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ശില്പത്തിന്റെ ഭംഗിയാണ് നോക്കേണ്ടത്, നഗ്നതയല്ല. നമുക്ക് കണ്ടനുസരിച്ച് പോകാം. ഓക്കെ, ഒരു വെറൈറ്റി പാർക്കായിട്ട് നമ്മളവിടെ പാർക്ക് കോപ്പൻഹേഗനിലെ പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സിനിമേരി അല്ലെങ്കിൽ ചുമ്മാ ഒരു ഗ്രൗണ്ട്, അതിലൊരു പച്ചപ്പും ഹരിതാപ്പും നന്നായിട്ടുണ്ട്. ഒരു വെറൈറ്റി, എന്തായാലും ഒരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ ഓസ്ലോ. നമ്മൾ ഇറങ്ങി അവിടെ നിന്നും ഒരു 5 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. സൈക്കിൾ ചവിട്ടി സൈഡിലൊരു കനാലെല്ലാം കാണുന്നുണ്ട്. നൈസ് പീസ്ഫുൾ ആംബിയൻസ്, എസ്തെറ്റിക് ഫീൽ. ബാക്കിൽ ആളുണ്ട് നോക്കിയിട്ട്. സോറി, നമുക്കിനി ഫ്രണ്ടിലോട്ട് നടക്കാം, ബാക്കിലോട്ട് പോകാം. ഓക്കെ, 2 സൈഡിൽ കൂടെ സ്കൾപ്ചറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നടന്ന് ഒരു പാർക്കിൻ്റെ നടുക്കൂടെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മേളിലാണ് നേരത്തെ പറഞ്ഞ ആ സ്തൂപം കാണുന്നത്. അതിന് മുമ്പായിട്ട് 2 സൈഡിൽ കൂടെ സ്റ്റെപ്പ് കയറി വേണം മേളിലോട്ട് പോകാൻ. അതിൻ്റെ താഴെ അതിന് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തായിട്ട് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം
ഒരു ഫൗണ്ടൻ പോലെയുണ്ട്. അപ്പോൾ വെള്ളമില്ല. പിന്നെ 5-6 പേര് ഒരു പാത്രം പോലെ അല്ലെങ്കിൽ ഒരു സംഭവം ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്ന പോലത്തെ. ഇല്ല, അതാണ് പുള്ളി ഉണ്ടാക്കിയേക്കണ ഏറ്റവും വലിയ സ്കൾപ്ചർ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ അതിൻ്റെ മേളിലുള്ളതായിരിക്കും ആ ഒരു പ്രത്യേക ഷേപ്പിലാണതുള്ളത്. 2 സൈഡിൽ കൂടെ പോയി. ഇത് ശരിക്കും ഒരു വലിയ ഫൗണ്ടന് ചുറ്റും കുറേ സ്കൾപ്ചർ ഉണ്ട് ഇതിന് ചുറ്റും. ഒരേപോലത്തെ കുറേ പേര് താങ്ങി പിടിച്ച് നിൽക്കുക. ഇതേ ശില്പം നോക്കി നിൽക്കുന്ന ശില്പ സുരേഷ്. അതിൻ്റെ പുറകിൽ കാണുന്നുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു വലിയ ഹൈറ്റുള്ള സൂപ്പർ പോലത്തെ ഒരു സ്കൾപ്ചർ. ചിങ് 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 ചിങ്. നമ്മളങ്ങനെ നടന്ന സ്റ്റെപ്പ് കയറി. യെസ്, ഇനിയുണ്ട്. ഒത്തിരി സ്റ്റെപ്പൊന്നുമില്ല, പക്ഷേ ഇത് പതിവില്ലാത്തത് കൊണ്ട് മടുത്തു എന്നാണ് നമ്മുടെ മെയിൻ ശില്പം പറയുന്നത്. യെസ്, ഇടയ്ക്കൊക്കെ ആവാം. ഒരു 60 ദിവസം കണ്ടിന്യൂസ് ലാപ്പ് എടുത്ത് കോഡ് ചെയ്യാൻ പറഞ്ഞാൽ ശില്പ സുരക്ഷ ചെയ്യും. പക്ഷെ ഒരു 60 സ്റ്റെപ്പ് ഹായ്. ഗൈസ്, അപ്പം നമ്മളിതേ ആ സ്കൾപ്ചറും കണ്ടു. തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. വന്ന വഴിക്ക് വലിയൊരു കോമഡി ഉണ്ടായിരുന്നു അല്ലേ ശില്പാജി? അതൊരു കഥയാണ്, അത് പറയാം. നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് വന്നിറങ്ങിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 1-2 പ്ലേസസ് നോക്കി വെച്ച് എങ്ങനെ പോകണം എന്നൊക്കെയുള്ളൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ തീരുമാനിച്ചതാണ്. ശില്പാജിയുടെ ഐഡിയ ആയിരുന്നു സൈക്കിൾ എടുക്കാന്നുള്ളത്. ഇപ്പോൾ ഡെൻമാർക്കിൽ സൈക്കിൾ മെയിൻ ആണല്ലോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കാണിച്ചല്ലോ നമ്മൾ സൈക്കിൾ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് കുറച്ചെങ്കിലും ചവിട്ടി തുടങ്ങി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ നേരെ ഇടുക്കിയിലൊക്കെ ഹൈ റേഞ്ച് പോലെയുള്ള പോലത്തെ നല്ല കയറ്റം. ചവിട്ടി ഞാൻ നോക്കിയപ്പോൾ കുന്ന് തന്നെ. ഇതൊരു മലയുടെ മേളിലായിരുന്നു ഈ പാർക്കെന്നാണ് തോന്നുന്നത്. 5 കിലോമീറ്റർ ഉണ്ട്. അത് ഒരു മൊത്തത്തിൽ ഒരു 1 കിലോമീറ്റർ ഒഴിച്ച് 4 കിലോമീറ്ററും നല്ല കയറ്റമായിരുന്നു. കുറേ ചവിട്ടി, പിന്നെ ഇറങ്ങി നടന്നു, തള്ളി. അങ്ങനെ നമ്മൾ ഇവിടം വരെ എത്തി. തിരിച്ചു പോകുമ്പോൾ വലിയ കുഴപ്പമില്ലായിരിക്കും. അത് തന്നെ, ഇങ്ങോട്ട് കയറിയതൊക്കെ കൂളായിട്ട് പോലും. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ആശ്വാസം പോലെ 1-2 സ്ലോപ്പ്, അതായത് ഇറക്കം ഉണ്ടായിരുന്നു. അതിന് തിരിച്ച് കയറണമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അതായത് നമ്മുടെ സ്കൾപ്ചറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മുടെ പുറകിലും കുറച്ചുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചതേ. അപ്പോൾ ബൈ വിജിലാൻഡ്. എന്തോ പാർക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. ബൈ. ഒരു ചെറിയ ഡാം പോലെ, കുഞ്ഞു ഡാം. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തടാകം പോലെ ഒഴുകി നിൽക്കുന്നുണ്ട്. നീന്തി തുടിക്കുന്ന താറാ കുഞ്ഞുങ്ങൾ, പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ, നടന്നു പോകുന്ന ശില്പാജി. അപ്പം നമ്മൾ റിട്ടേൺ നടന്നു നേരെ. അങ്ങനെ നമ്മൾ ഓസ്ലോയിൽ 2 പ്ലേസ് കവർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് അന്നും എന്നും നമ്മുടെ സ്വന്തം മക്ഡൊണാൾഡ്സ്. പിങ്ക് ഡ്രസ് ഇട്ട ശില്പ പോകുമ്പോൾ അതേപോലെ ഉണ്ടോ ബ്ലോസം, ചെറിയ ബ്ലോസം, നല്ല പിങ്ക് കളറിൽ. നമ്മൾ പതിവ് പോലെ അതേ മക്ഡൊണാൾഡ്സിൽ വന്നു ഫുഡ് ഓർഡർ ചെയ്തു. കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 2347 അതാണ് നമ്മുടെ ഓർഡർ നമ്പർ. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഉണ്ട്.
നമ്മളതിന് വേണ്ടി 2347 യെസ് റെഡി കേസ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ നടക്കണം, ഓസ്ലോയിലെ ഷോപ്പിംഗ് സ്ട്രീറ്റിൽ കൂടെ. ഓക്കെ, അപ്പോൾ പക്ഷെ നമ്മുടെ അവിടുത്തെ കോപ്പൻഹേഗനിലെ പോലെ തന്നെ ഉണ്ട് ഏകദേശം. സ്ട്രോഗറ്റ് എന്ന് പറഞ്ഞിട്ട് മേ ബി അത് ഷോപ്പിംഗ് സ്ട്രീറ്റിന് പറയുന്ന പേരായിരിക്കും. നമ്മുടെ കോപ്പൻഹേഗനിൽ സ്ട്രോഗറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷോപ്പിംഗ് സ്ട്രീറ്റും 4 ഡയറക്ഷനിലോട്ടുള്ളതുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പോൾ ശില്പാജി പോയിട്ട് നമുക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുക്കും. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പം നമ്മൾ സ്ട്രോഗറ്റ് ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ കാണും. യെസ്, നല്ല ഭംഗിയുള്ള ഷോപ്പുകൾ. റെസ്റ്റോറൻറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേസ്. ഓസ്ലോ തെരുവുകളിലൂടെ നമുക്ക് നടന്നു നോക്കാം. നമ്മുടെ വീഡിയോ കണ്ട് പരിചിതമായവർക്കറിയാം, നമുക്കെവിടെ പോയാലും കാണും ഒരു രമ 1000. നമ്മുടെ നാട്ടിലെ പലചരക്ക് കടയാണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ശില്പാജീനെ പോയി കണ്ടുപിടിക്കാം. ശില്പാജീനെ അന്വേഷണം നടക്കുകയാണ്. കണ്ടു ഗൈസ്, കണ്ടു. എന്താന്ന് മനസ്സിലാവാതെ നോർവീജിയൻ ടു ഡാനിഷ് ഇംഗ്ലീഷ് കൺവേർട്ടർ. കുൽസേരയാണോ വെള്ളം? ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം മേടിക്കാം. ഗൈസ്, ഇവിടെ കുതിരയുണ്ട് ഗൈസ്, കുതിര. ഇവിടെ ഒരു കുതിരയുണ്ട്. ഒരു കുതിര, 2 കുതിര, 3 കുതിര. ഇതേ കഴുത. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഇവിടുത്തെ ആരുമാണ്. നമ്മളിവിടുത്തെ ഒരു പാർക്ക് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. അവിടെ തന്നെ നല്ല മതിലും പച്ചപ്പും ഗരിദാർബയൊക്കെ ആയിട്ട്. നേരെ അകത്തോട്ട് പോയി നോക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു സുന്ദരമായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് വന്നിരിക്കുന്നത് ഒരു കാസ്റ്റിലാണ്. ഈ കാസ്റ്റിലിൻ്റെ പേര് അക്കേഷ്യസ് കാസ്റ്റിൽ എന്നാണ്. അക്കേഷ്യസ് ഫോർട്രസ് എന്നും നോർവേയിൽ പറയും, നോർവേ ലാംഗ്വേജിൽ പറയും. അപ്പോൾ ഒരു പണ്ട് വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ 1290s ബിൽഡ് ചെയ്തൊരു കാസ്റ്റിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് നല്ലൊരു സീലോട്ട് വ്യൂ ഉണ്ട്. സീൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു കാസ്റ്റും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കയറാറായി. അതിന് മുന്നേ ജസ്റ്റ് ഓടി വന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു വന്നതാണ്. ഇവിടുന്ന് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കണ്ടു, കാസ്റ്റിലെ ഒരു വ്യൂ കണ്ടു. നമ്മൾ മിക്കവാറും റിട്ടേൺ പോവാണ്. ഗൈസ്, നമ്മളിങ്ങനെ കോട്ടയൊക്കെ കണ്ടുവരുമ്പോൾ കോട്ടയുടെ സൈഡിൽ കൂടെ ട്രാം പോകണം. ഇവിടെ ഒരുപാട് ട്രാമുണ്ട്.
റോട്ടിൽ ഫുള്ള് ട്രാമാണ്, ബസ് കാണാനേ ഇല്ല, എല്ലാം ട്രാമാണ് ഇതുപോലത്തെ. നല്ല ഭംഗിയുണ്ട്, നല്ല നീല കളർ. അതിൻ്റെ സൈഡിൽ പ്രകൃതി രമണീയമായ പച്ചപ്പും ഹരിതാപം നിറഞ്ഞൊരു കോട്ട. കോട്ടയുടെ ഇപ്പുറത്ത് സൈക്കിളിൽ യുവറാണി ശില്പ സുരേഷ്. വീഡിയോയുടെ ഹൈലൈറ്റ് തന്നെ ഇതായിരിക്കും, ഇൻട്രോ ഭാഗത്ത് തന്നെ ഇതിടും വിത്ത് BGM. ഹലോ ഗൈസ്, അങ്ങനെ നോർവേയിൽ വന്നു ഞങ്ങൾ. ഓസ്ലോ കവർ ചെയ്തു. അങ്ങനെ നമ്മൾ നോർവേയിലെത്തി. ഓസ്ലോ 1 ഡേയിൽ കവർ ചെയ്തു. നമ്മളൊരു 3 സ്പോട്ടോളം പോയി, ഫുഡ് കഴിച്ചു, കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇത് നമ്മുടെ പുറകിൽ നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച കോട്ടയുടെ ബാക്ക് സൈഡുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, പച്ചപ്പും ഹരിതാപം. നമുക്കിവിടെ അധികം സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സൈക്കിൾ നമ്മളെ നോക്കിയതേ റോഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് സൈക്കിൾ കൊണ്ട് റിട്ടേൺ ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോഴത്തേനും തിരിച്ച് ചെക്ക് ഇൻ ചെയ്യണം. റിട്ടേൺ ട്രിപ്പ് 3:30ക്ക് ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ഓസ്ലോയിൽ നിന്ന് ഡെൻമാർക്കിലോട്ടും അല്ല കോപ്പൻഹേഗൻ ടു ഓസ്ലോ അത് റിട്ടേൺ എടുക്കുന്നവർക്ക് സിംഗിൾ ട്രിപ്പ് എടുക്കാം, റിട്ടേൺ പോലെ എടുക്കാം. നമ്മൾ റിട്ടേണും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വരുന്നു. ബാഗൊന്നും എടുക്കണ്ട, ചുമ്മാ ഒരു ക്യാരി ബാഗ് എടുത്ത് വെള്ളവും സ്നാക്സും മാത്രം എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ അപ്പോൾ ബാഗൊക്കെ നമുക്ക് അവിടെ ഉണ്ട്, നമ്മുടെ റൂമിൽ തന്നെ, സെയിം റൂം തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആരും കേൾക്കുന്നില്ലല്ലോ അല്ലേ? ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പം ഒരു മറ്റേ ട്രോൾ ബീമിൽ ഒരു പുള്ളിക്കാരിൻ്റെ എനിക്ക് വേറെ വന്നു. പണ്ടത്തെ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് കണ്ണു ഇങ്ങനെ വരും ഗൈസ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ക്രൂസിലോട്ട് പോവാം. ക്രൂസിൻ്റെ അധികം വീഡിയോസൊന്നും ഇന്നലെ എടുത്തില്ല, കാരണം ഇന്നലെ നമ്മൾ കയറി ആദ്യമായിട്ട് ഓടിപ്പാഞ്ഞ് നടന്നതിൻ്റെ ഇതിലങ്ങ് പോയി. അപ്പോൾ ഇന്ന് ക്രൂസ് മൊത്തം നമ്മളെ കാണിച്ചു തരാം നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത്. ഓക്കെ ഗൈസ്, അപ്പോൾ നേരെ ഗൈസ് ഇതാണ് അപ്പോൾ നമ്മൾ വന്ന ഷിപ്പ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, സൈക്കിൾ ചവിട്ടി. അപ്പോൾ നമ്മൾ ആ ഷിപ്പ് കണ്ടിട്ട്